ടിപ്പുവിന്റെ പടയോട്ടക്കാലം മുതൽ ആരംഭിച്ചതാണ് ഈ തീരദേശം കൈയെടുക്കാനുള്ള നീക്കം. 1921 മാപ്പിള ലഹള എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ലഹളക്കാലത്ത് തുടങ്ങിയതാണ് ഈ ശ്രമം. അത് കഴിഞ്ഞു വരുന്ന ഓരോ സംഭവങ്ങളും എടുത്തു നോക്കുമ്പോൾ തീരദേശത്ത് നിന്ന് അവിടെ പരമ്പരാഗതമായി അതിജീവിക്കുന്ന തീരദേശ ഹിന്ദു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ, അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ ആസൂത്രിതമായ ഒരു നീക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു യാദൃശ്യമല്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ അറിയാതെ വന്നു വിട്ടുപോയതല്ല. അതൊരു കാഴ്ചപ്പാടുണ്ട്, അതിനൊരു ആസൂത്രണമുണ്ട് എന്നാണ് നമുക്ക് ഈ കേരളത്തിലെ കഴിഞ്ഞകാല സാഹചര്യങ്ങളെ വെച്ച് മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും കരുത്തരായ തീരദേശ ജനവിഭാഗം ചെറുത്തു നിന്നിരുന്നു. അവരുടെ മതം മാറാനോ അവരോട് അതിജീവിക്കാനോ പറ്റാതെ കടലിലൂടെ പലായനം ചെയ്യേണ്ട ആൾക്കാരുണ്ടായിരുന്നു. ചരിത്രത്തിന്റെ രചന നടത്തിയ ആളുകൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ധാരാളം കറുത്ത അധ്യായങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിലെ കടലോര മേഖലയിൽ ഓടിയവർ കാസർഗോഡ് കോട്ടിക്കുളം കടപ്പുറത്ത് അവരുടെ സ്വന്തമായ ദേവി വിഗ്രഹം കൊണ്ട് തോണിയിൽ കടന്നുപോയി അവിടെ ക്ഷേത്രാരാധന നടത്തുന്നു. 200 കൊല്ലത്തെ അവരുടെ ക്ഷേത്രത്തിന്റെ പാലായനത്തിന്റെ വിഗ്രഹവുമായുള്ള പാലായനത്തിന്റെ ചരിത്രം ആ ജനതയുടെ തലമുറ കൈമാറി പറയുന്നുണ്ട്. 1921 മാപ്പിള ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, ആയിരക്കണക്കിന് ആളുകളെ മതം മാറ്റി, നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിൽ 1940 കേരളം മലയാളികളുടെ മാതൃഭൂമി അദ്ദേഹം പറഞ്ഞതാണ്. അതൊരു ലഹളയായൊന്നും കാണാൻ പറ്റില്ല. 3000-ലധികം ആളുകൾ മരിച്ചു എന്ന് അദ്ദേഹം പറയുന്ന, 3000-ഓളം പേരെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് അദ്ദേഹം പറയുന്ന, 100 കണക്കിന് ക്ഷേത്രങ്ങൾ ധ്വംസിച്ചു എന്ന് അദ്ദേഹം പറയുന്ന ആ മാപ്പിളയാണ് ഒരു കലാപമൊന്നായിട്ട് കാണാൻ പറ്റില്ല. പിന്നീട് ആ ബുദ്ധിജാക്ഷസം പറഞ്ഞത് അതൊരു ജന്മി കർഷക സംഘർഷം, പിന്നീട് അത് സ്വാതന്ത്ര്യ സമരമൊക്കെ ആക്കി മാറ്റിയെത്തറിയും. അവിടെയും പാലായനം ചെയ്യേണ്ടി വന്നത്, കടലോരത്തുനിന്ന് അടിച്ചോടിക്കാൻ ശ്രമിച്ചത്, കടലോരം കൈയെടുക്കാനുള്ള നീക്കം അതിന്റെ പിന്നിലും കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് 78 കിലോമീറ്ററോളം വരുന്ന കടൽ തീരത്ത് ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഹിന്ദു മത്സ്യത്തൊഴിലാളികളുള്ളത്. ബാക്കി മുഴുവൻ പൂർണ്ണമായും ഒരു വിഭാഗം കൈയടക്കിയിരിക്കുന്നു. 78 കിലോമീറ്റർ ആകെ 1.5 കിലോമീറ്ററിൽ 2 കടപ്പുറത്ത് ഏതാനും ആളുകൾ ഒഴിച്ചാൽ ആ കടപ്പുറത്തിന്റെ തീരദേശത്ത് നിന്ന് മത്സ്യബന്ധനം ഉപജീവനമാക്കി പരമ്പരാഗതമായി താമസിച്ചു വന്ന ഒരു ജനവിഭാഗം ഉന്മൂലനം ചെയ്യപ്പെട്ടിരിക്കുന്നു, പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ കടലോരം കൈയെടുക്കാനുള്ള നീക്കം അക്കാലത്ത് തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് 1967 മലപ്പുറം ജില്ലാ രൂപീകരണം. സാക്ഷാൽ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭാ കാലത്ത് മുസ്ലിം പ്രീണനം തലക്ക് പിടിച്ച് അവർക്ക് താളത്തിൽ നൽകിയ മുസ്ലിം ജില്ല എന്ന മലപ്പുറം ജില്ല, അത് ആഘോഷിച്ചതും പരപ്പനങ്ങാടി താനൂർ മേഖലയിലെ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ ആട്ടി ഓടിച്ചുകൊണ്ടാണ് ആ വിഭാഗം കൈകാര്യം ചെയ്തത്. ഇതും ചരിത്രത്തിൽ എഴുതപ്പെടാതെ പോയ നേരനുഭവമുള്ള കഥയാണ്. ആ കൂട്ടത്തിൽപ്പെട്ടവരുടെ മക്കളാണ് ഞാനൊക്കെ. ഇത് നേർസാക്ഷ്യം പറയാനുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഇതൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ടാവില്ല, ഭാവി തലമുറ അറിയാനും പോകുന്നില്ല. അപ്പൊ കേരളത്തിന്റെ കണ്ണായ കടലിന്റെ തീരം കൈയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കം, അത് ഉള്ളിൽ വെച്ചിരിക്കുന്ന മത തീവ്രവാദ ശക്തികൾ ആ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്നവരെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ. അല്ലാതെ വഴിതെറ്റി വന്നതല്ല. അത് തന്നെയാണ് 2003 മെയ് മാസം 2-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ മാറാട് കടപ്പുറത്തും പാവപ്പെട്ട ഹിന്ദു മത്സ്യത്തൊഴിലാളികളെ നരഹത്യ നടത്തിയിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെ ആസൂത്രിതമാണ്. ഒന്നും അറിയാതെ ചാവക്കാട്ട് കടപ്പുറത്ത് ഇരിക്കുന്ന ഷെഡിന്റെ അവിടെ നിൽക്കുന്നവരെ വന്ന് ചാവക്കാട്ട് ബിജു ഈ രഞ്ജിത്തിന് കുറച്ച് മുമ്പാണ്. അയാളും മത്സ്യത്തൊഴിലാളിയാണ്. ഒരു കാര്യമില്ല, അയാൾ അറിയ പോലുമില്ല. വെറുതെ ഒരാൾ തീർക്കുക. ഈ കടലോര മേഖലയിൽ നിന്ന് ഈ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് പണ്ട് മുതലേ ആസൂത്രണം ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസനിലേക്ക് എത്തുന്നത്. ഇപ്പോ സ്വരത്തിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ പരിപാടികളുടെ പ്രസംഗവും ഒക്കെ ഒന്ന് വെറുതെ കേട്ടു നോക്കി.
സ്വരത്തിനെ കുറിച്ചൊരു മയം വന്നിട്ടുണ്ട്. ഇപ്പോ പിന്നെ ഫാസിസ്റ്റ് സർക്കാർ, ഭരണഘടന, ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ മാറ്റത്തിന്റെ കാരണം നമുക്കറിയാതെ. പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്. പണ്ടെന്തായിരുന്നു പറഞ്ഞത്? RSSകാരന്റെ വീടറിയ, ഭാര്യ വീടറിയ, എന്റെ വാഹനം അറിയ, അല്ലേ? അന്ന് എന്തൊരു അഹങ്കാരമായിരുന്നു, ഗാർഷ്ട്യമായിരുന്നു. ഞങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ, ഞങ്ങളിതൊന്നും അറിയില്ലേ. ഞങ്ങളൊന്നും ഇത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. നമ്മളെ ഭാര്യ വീടൊക്കെ അറിയാൻ, നമുക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ ഭാര്യ വീടൊക്കെ അറിയാൻ എളുപ്പമാണ്. ഇവരിതൊക്കെ നമ്മൾ തിരയാൻ പോയാൽ അറിയേയില്ല. അതുകൊണ്ട് നമ്മളൊന്നും ഈ സംഘപരിവാർ പ്രസ്ഥാനം അതൊന്നും തേടിപ്പോയില്ല. പക്ഷെ അറിയേണ്ടവർ ഇതൊക്കെ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി, അല്ലേ? രാജ്ഞി രാമായണം നേരം വിളക്കുന്നതിന് മുമ്പ് ഇതിനെയൊക്കെ പൂച്ചക്കുട്ടിയെ തൂക്കിയെടുക്കുന്നത് പോലെ എല്ലാം മടയിൽ നിന്നും പൊക്കിയെടുത്തപ്പോ അറിയേണ്ടവർ ഇതൊക്കെ അറിഞ്ഞിരുന്നു എന്ന സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അറിയേണ്ടവരിതൊക്കെ അറിഞ്ഞു. ഞങ്ങൾക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നിങ്ങളെ കണക്കിലെടുത്തിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞ ടിപ്പുവിന്റെ പടയോട്ടവും 21-ലെ മാപ്പിളവേലയും ഒക്കെ അതിജീവിച്ച് മുന്നേറിയ ധീരന്മാരായ ഹിന്ദുവിന്റെ പിന്മുറക്കാരാണ്. നിങ്ങളുടെ ഉമ്മയ്ക്ക് കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല ഞങ്ങൾ. നിങ്ങളത് ഭയപ്പെട്ടിട്ടില്ല. നിങ്ങളോടൊന്നും ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല അക്കാര്യത്തിൽ. ഇപ്പൊ മുദ്രാവാക്യത്തിന് വേറൊരു മാറ്റമുണ്ട്. ഇന്നലെ എടുത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്ത, അതായത് അവരെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത് എന്താണെന്നറിയാം? നരേന്ദ്രമോദിന്റെ അമിത്ഷാന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ നരേന്ദ്രമോദിന്റെ അമിത്ഷാന്റെ പേര് പറഞ്ഞു. ശരിയല്ലേ? നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. ഈ രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി. നമ്മൾ BJP-ക്കാരോട് അഭിമാനത്തോടുകൂടി പറയും, നിങ്ങൾക്കത് ഭീഷണിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും എന്തോ ഒരു മണിച്ചിത്രത്തായി മണക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു മനോരോഗം നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഭീഷണിയാണ്. നമ്മളിപ്പോ BJP-ക്കാരും നമ്മളെ പരിപാടി, നമ്മളെ പ്രധാനമന്ത്രി ആഭ്യന്തരനെ കുറിച്ചും പറയില്ല. അത് ഭീഷണിയായി തോന്നുന്നു എന്നാ പറയുന്നത്. ആവും. നിങ്ങൾക്കറിയില്ലേ, ഈ നരേന്ദ്രമോദിയുടെ ഭരണം 10 വർഷം, ഇതിന് മുമ്പത്തെ ഒരു 10 വർഷം ഭരണം ഉണ്ടായിരുന്നു ഇവിടെ. 2004 മുതൽ 2014 വരെയുള്ള UPA-യിലെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും എല്ലാവരും പിന്തുണച്ച എല്ലാ രാജ്യദ്രോഹ സംഘടന, സാമൂഹ്യ വിരുദ്ധ എല്ലാ ശക്തികളും ഒന്നിച്ചു നിന്ന് ഭരിച്ച ഭരണം. എന്തായിരുന്നു അവസ്ഥ? നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഡൽഹിയിൽ സ്ഫോടനം, 67 പേര് മരിച്ചു. അഹമ്മദാബാദിൽ സ്ഫോടനം, 104 പേര് മരിച്ചു. അങ്ങനെ സ്ഫോടനങ്ങളുടെ പരമ്പരയായിരുന്നു. ആരാ നടത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇനി അത് പറഞ്ഞിട്ട് വർഗീയായിക്കോട്ടെ. അല്ല, എന്നിട്ട് 153 വേണ്ട. നടത്തുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. രാജ്യത്തൊട്ടാകെ സ്ഫോടനങ്ങളും കലാപങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മുംബൈയിലെ താജ് അക്രമം, 200 ചില്ലായിരം പേര്. മുംബൈയിലെ മെട്രോ ട്രെയിൻ അപകടമല്ല, സ്ഫോടനം. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടു. അപ്പോഴൊക്കെ ഒരു ഭരണകൂടമുണ്ട് എന്ന് ഈ ശക്തികൾക്ക് തോന്നിയിട്ടില്ല. എന്നാൽ 2014 മെയ് മാസം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു സ്ഫോടനം നടത്താൻ ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ പേര് അഭിമാനത്തോടു കൂടി പറയും, ഈ രാജ്യം കാത്തു രക്ഷിക്കുന്ന നരേന്ദ്രമോദി. അത് തന്നെയാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി അമിത്ഷായുടെ പേര് പറയുന്നത്. ഒരു സ്ഫോടനം പോയിട്ട് എന്തൊക്കെയായിരുന്നു പണ്ട്? പാകിസ്ഥാനിലെ കറൻ അടിച്ച് കേരളത്തിലടക്കം കണ്ടെയ്നറുകളിൽ വന്ന കള്ളനോട്ടുകൾ തോന്നും പോലെ ഹൈവേ സൈഡിൽ ഏക്കർ കണക്കിന് സ്ഥലം, കോടികൾ അമ്മാനമാടിയ കള്ളപ്പണത്തിന്റെയും അത്തരം ബിസിനസ്സുകളുടെയും ഒക്കെ തേരോട്ടം നടന്ന കേരളം, ഇന്ത്യ രാജ്യത്തൊട്ടാകെ. എവിടെയപ്പോ കള്ളപ്പണം? ഇപ്പൊ എവിടെ? അത്തരം ശക്തികളെ ഇല്ലാതാക്കിയ നരേന്ദ്രമോദിയുടെ ഭരണം BJP-ക്കാരുടെ അഭിമാനത്തോടു കൂടി പറയും. തീവ്രവാദ ശക്തികളെ അടിച്ചമർത്തിയ ആ ഭരണം ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും. അങ്ങ് അക്രമവും നടത്തി അപ്പുറം പോയാൽ രക്ഷപ്പെടില്ല, നിന്റെ അതിർത്തിക്കുള്ളിൽ കയറുന്നുവെന്ന് കാണിക്കുമെന്നുള്ളതിന്റെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയും. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പറയുമ്പോൾ നിങ്ങൾ അത് ഭീഷണിപ്പെടുത്തലാണ് കാണുന്നതെങ്കിൽ
ഈ രാജ്യത്തെ ലോകത്തെ ലക്ഷക്കണക്കിന് ദേശാഭിമാനികൾ അഭിമാനത്തോടുകൂടി ചിന്തിക്കുമ്പോൾ, ഈ ലോകമാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭീഷണിയായി തോന്നുമ്പോ അത് നിങ്ങളുടെ ഉള്ളിലെ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുന്ന ആളുകളില്, കള്ളപ്പണം നടത്തുന്ന കാലത്ത്, തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന കാലത്ത് അതിലേക്ക് ഒത്താശ ചെയ്തിരുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത്. രാജ്യത്തിനെതിരായ ശക്തികളെ ഒരു കാലത്തും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് മാത്രമല്ല, ലോക നിലവാരത്തിൽ ഈ തീവ്രവാദ ശക്തികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ ലോക രാജ്യങ്ങൾ കാണുന്ന നെടുനായകത്വം വഹിക്കുന്ന ലോകത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. തീവ്രവാദത്തെ അവസാനിപ്പിക്കാനുള്ള നേതൃത്വം ഏറ്റെടുത്ത പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയുടെ പേരിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്കത് ഭീഷണിയായി തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഭീഷണിയായി കൊണ്ടു നടന്നോളൂ. ഒരു കാര്യവും നടത്താൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രവർത്തിച്ചു എന്നതാണ് രഞ്ജിത് ശ്രീനിവാസൻ ചെയ്ത കുറ്റം. പാവപ്പെട്ട തീരദേശത്തെ വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽ ജനിച്ചു വളർന്ന് ആ വിഭാഗത്തെ ഉന്നമനത്തിലേക്ക് നയിക്കാൻ, അവരെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന അത്തരം ശക്തികളെ, അത്തരം ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ കൊലക്കത്തിയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ നേതൃത്വം വിടുന്നത്. അത് തന്നെയാണ് 2003 മെയ് 2 മാറാട് കടപ്പുറത്തും കൊണ്ടിട്ടുള്ളത്. അത്തരം സാഹചര്യങ്ങളെയാണ് നമ്മൾക്ക് ഇന്ന് നന്നായിട്ട് അറിയാം. നമ്മളിത് നോക്കി പഠിച്ചിട്ടുണ്ടെന്ന്. അത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളിപ്പോ കേരളത്തിൽ വലിയ കാര്യങ്ങളൊക്കെ കാണാം. എന്തൊക്കെ കാണുന്നത്? ഗവർണറെ തടയാൻ പോകുന്നു. ഞാൻ ഇന്നലെ SMC മിഠായി തെരുവിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോലീസും ഇല്ലാതെ അവിടെ വന്ന് ആയിരക്കണക്കിന് ആളുകൾ നടക്കുന്ന തെരുവാണ് മിഠായി തെരുവ്. വാഹനങ്ങളൊന്നും ഓടില്ല. ഇതിലൂടെ രണ്ട് ഭാഗത്തും കടകളാണ്. ആ കടകളിൽ കച്ചവടത്തിന്റെ ടെക്സ്റ്റൈൽസുകളുണ്ട്, മിഠായികളുണ്ട്, പല സാധനങ്ങളും കച്ചവടം നടത്തുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പോലീസിന്റെയും സഹായമില്ലാതെ, ഒരു സുരക്ഷയുമില്ലാതെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട്, അവരോട് സെൽഫി എടുത്ത്, അവരോട് ചിരിച്ചുകൊണ്ട്, അവരുടെ കുട്ടികളെ എടുത്തുകൊണ്ട് എത്ര ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ പറ്റുന്നത്. പോലീസുകാരോട് മാറി നിന്നോളൂ, ആരും എന്നെ തടയൊന്നും വേണ്ട. വളരെ സുന്ദരമായി നടന്നുപോയത്. അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. കായല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവര്, നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവര്, അവരെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് തെരുവിലൂടെ സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു കാണിച്ചതൊരു വെല്ലുവിളിയാ. മാത്രവുമല്ല, 2600 പോലീസുകാരെയും കൂട്ടിയിട്ട് നവകേരള സദസ്സ് നടത്തുന്ന മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഒരു പോലീസുകാരനെയും മകമൊടിയില്ലാതെ ഞാനിതാ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലൂടെ സാധാരണക്കാരെ പോലെ നടക്കുന്നു എന്ന് ഈ കേരളത്തിന്റെ പ്രഥമ വരം വിളിച്ചു പറയുമ്പോൾ, അത് ആയിരക്കണക്കിന് പോലീസുകാരെ ഉപയോഗിച്ച് കറുപ്പ് കണ്ടാൽ കരി തുള്ളുന്ന മുഖ്യമന്ത്രിക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ നമ്മുടെ തലവഴി പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ ഇലക്ട്രിസിറ്റിക്കാരന്റെ ബില്ലിലേക്ക് ജോസൻ പ്രകടിപ്പിച്ച് ചില്ലറ നാണയം കൊടുത്ത് ബില്ല് കൊണ്ടുപോയി അടിച്ച അതേ പഞ്ചായത്ത് മെമ്പർ കറുപ്പ് കണ്ടാൽ കലി തൊള്ളുന്ന മാർക്സിസ്റ്റ് സഹയാത്രികളോടും പോലീസുകാരോടും DYFIയുടെ സെക്യൂരിറ്റി ഗുണ്ടകളോടും ഒക്കെ പ്രതികരിച്ചുകൊണ്ട് വെള്ള പെയിന്റടിച്ചിട്ടാണ്. ഇവര് വലിയ ജനാധിപത്യമൊക്കെ പറയുന്നു. ഇത് വളരെ രസകരമായി, ഹാസ്യാത്മകമായി ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കാത്ത ജനാധിപത്യ ധ്വംസകരാണ് നമ്മളോട് ഈ ഭരണഘടനയും ജനാധിപത്യമൊക്കെ പറയുന്നത്. ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയമാണ്. ഞാൻ ഈ പറഞ്ഞ 1967 മലപ്പുറം ജില്ലാ രൂപീകരണവും തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രീണനങ്ങളുടെ നീണ്ട കഥ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, പണ്ട് ഗതികെട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു അന്തർജനം, ഗോപാലിക അന്തർജനം, ജോലിക്ക് സാധ്യതയില്ല, വിദ്യാഭ്യാസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഒരു നിവൃത്തിയില്ലാതെ
ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാവുന്ന ഒരു ഭാഷ പഠിച്ചു, അറബി. വേഗം ജോലി കിട്ടാനാണ്. കാരണം ഇവര് ഉന്നത കുലജാതയായതുകൊണ്ട് റിസർവേഷനൊന്നുമില്ല, വേറൊരു ജോലിക്കും അവസരമില്ലാത്തതുകൊണ്ട് അവർ അറബി കൂടെ പഠിച്ചു. അറബി അധ്യാപകന്മാരുടെ ധാരാളം ഒഴിവുണ്ട്. അവർ അറബി അധ്യാപികയായി നിയമനം കിട്ടി. മാനേജ്മെന്റ് സ്കൂളിലാണ്. ഒരു ഗോപാലിക അന്തർജനം അറബി അധ്യാപികയായി വന്നപ്പോ അവരെ അവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ പ്രവർത്തിച്ച അതേ മതശക്തികൾക്ക് പിന്തുണയുമായി നിന്നത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരുമാണ്. രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങളൊക്കെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്നതിന്റെ കുറെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. കേരളത്തിലെ പാഠപുസ്തകത്തില് ഒരു കവിത, റാഗിപ്പറക്കുന്ന ചെമ്പരുന്ത് നീയുണ്ട മാവാങ്ക വേല കണ്ടും ഓർമ്മയില്ലേ? അങ്ങനെ ഒരു കവിത, 1ാം ക്ലാസ്സിലെ പുസ്തകം. അപ്പൊ ആ റാഗിപ്പറക്കുന്ന ചെമ്പരുന്ത് എന്നുള്ള വാദം, ആ ഒരു വാക്ക് കുറച്ച് വിമർശനമുണ്ട്. പരുന്ത് റാഗിയിട്ടാണോ പറക്കുന്നത് അതോ റാഞ്ചിയ? സംശയത. റാഗി പറക്കുന്നതാണോ അല്ല റാഞ്ചിയിട്ടാണോ പറക്കുന്നത്? ആ സംശയം വന്നപ്പോ കേരളത്തിലെ വിവാദമായി. ആ വിവാദമുണ്ടായപ്പോ കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് അതൊന്ന് ക്ലിയർ ആയിട്ട് അന്വേഷിക്കാൻ ഒരാളെ നിശ്ചയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായ പ്രൊഫസർ പുത്രൻ, അദ്ദേഹം അതിന് നിപുണനാണ്. അദ്ദേഹത്തെ നിയമിച്ചപ്പോ ഒരു എതിർപ്പ് വന്നു. അത് അദ്ദേഹം ഒറ്റക്ക് അന്വേഷിച്ചാൽ പോരാ. എന്ത് റാഗിയിട്ടാണോ റാഞ്ചിയിട്ടാണോ പറഞ്ഞത്? വലിയ കാര്യമൊന്നുമില്ല, ഒരാൾ മതി, അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അതൊരു വിവാദമാക്കണ്ട. പക്ഷെ അത് പോരാ, ഒരാൾ കൂടി വേണം. അപ്പൊ ഒരു വിഭാഗം ആലോചിച്ചപ്പോൾ പറഞ്ഞു ഒരാളെ കൂടി കൂട്ടി, ഡോക്ടർ MM ബഷീർ. അപ്പൊ 2ആളായി. അതുപോരാ, വേറൊരു വിഭാഗം കൂടി ഉണ്ട്. അപ്പൊ സിസ്റ്റർ മേരി ബെനിഞ്ഞ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ചെറിയ കാര്യത്തിന് പോലും ഇത്തരം വാശിപിടുത്തവും അവരെയൊക്കെ പ്രീണിപ്പിക്കലും. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്ന രാജാണ് നമ്മുടെ അക്കിത്തം. അദ്ദേഹത്തിന്റെ ഒരു കവിത സ്കൂൾ പാഠപുസ്തകത്തിൽ വന്നു. ആ കവിതയിലെ വരി ഇങ്ങനെയാണ്: കാർമുകിൽ വർണ്ണന്റെ ചേലാണെന്നാണ്. കാർമുകിൽ വർണ്ണന്റെ ചേലാണെന്നാണ് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് വന്നപ്പോ അത് കാർമുകിൽ വർണ്ണം തന്നെ പറ്റൂല. എന്തായിരിക്കും കാരണം? കാർമുകിൽ വർണ്ണം മലയാളത്തിലെ പദമല്ലേ, പക്ഷെ അത് ശ്രീകൃഷ്ണനാണ്, അത് പറ്റൂല. അതിന് വേറെ ഒരു വാക്ക് കണ്ടുപിടിച്ചു. എന്നിട്ട് കാർമുകിൽ വർണ്ണനെ മാറ്റി. ഞാൻ ഈ കേരളത്തില് നടമാടുന്ന പ്രീണനത്തിനെ കുറിച്ചും മതേതരത്വത്തിന്റെ പൊള്ളത്തരത്തിനെ കുറിച്ച് പറയാനാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ ഇസ്രായേല് സംഭവം ഉണ്ടായല്ലോ. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയ ഹമാസിന്റെ മുസ്ലിം തീവ്രവാദികൾ ഒരൊറ്റ ദിവസം കൊണ്ട് 1400ഓളം ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും അവിടുത്തെ ആളുകളെ ബന്ദിയാക്കിയും അവിടുത്തെ സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ചും നടത്തിയ ലോകം മുഴുവൻ ചർച്ച ചെയ്ത ആ സംഭവം, അത് ചെയ്തത് തീവ്രവാദികളാണ്. ഹമാസ് എന്ന തീവ്രവാദികൾ ലോകം മുഴുവൻ അംഗീകരിച്ച തീവ്രവാദികളാണ് ഹമാസ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു നയമുണ്ട്. ഇന്ത്യയിലെ 1ാമത്തെ നയം, ലോകത്താര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും അതിനെ നഖശിഖാന്തം എതിർക്കും, അതിനനുഭവിക്കേണ്ടതെന്ന രാജ്യത്തിനോടൊപ്പം ഇന്ത്യ ഉണ്ടാവും. അപ്പൊ ഹമാസ് എന്ന തീവ്രവാദി സംഘടന ഇസ്രായേലിനെ നേർക്ക് നടത്തിയ അതിക്രൂരമായ തീവ്രവാദ പ്രവർത്തനത്തെ ഇന്ത്യ അപലപിച്ചു, ഇസ്രായേലിനെ അനുകൂലിച്ചു. ഇന്ത്യക്കൊരു നയമുണ്ട്, വിദേശ നയം. ആ നയമനുസരിച്ച് പലസ്തീനെ നമ്മൾ അംഗീകരിച്ചതാണ്. നമ്മളാണ് അംഗീകരിച്ചത്. ആ പലസ്തീന്റെ അംഗീകാരം നമ്മൾ റദ്ദാക്കിയിട്ടില്ല. പക്ഷെ ഹമാസ് എന്ന തീവ്രവാദത്തെ നമ്മൾ അംഗീകരിക്കും. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, ഇസ്രായേലും പലസ്തീനും ഗൾഫ് രാജ്യവുമായിട്ടൊന്നും വരെ അമ്മായിന്റെ മക്കളൊന്നും ഇല്ല അവിടെ. പക്ഷെ ഇവിടെ മത്സരിച്ച് സമ്മേളനം നടത്തുക. എന്ത്? ഇസ്രായേലിനെതിരെ പലസ്തീൻ ഐക്യദാർഢ്യം എന്നാണ് പേര്. നടത്തുന്നതാരാ? മുസ്ലിം ലീഗ് നടത്തുന്നത് മനസ്സിലാക്കുക, ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് മനസ്സിലാക്കുക. ഒരു മുസ്ലിങ്ങളാണെന്നെങ്കിലും പറയാം. CPM നടത്തുന്നതിനാ? മത്സരിച്ച് കോൺഗ്രസ് നടത്തുന്നതിനാ? ഞാനതിന്റെ ഇവരുടെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കാനാണ്. പറയുന്നത് എന്താ വെച്ചാൽ അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ നേരെ നടക്കുന്ന അതിക്രമം എന്നാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അതിക്രമം ഇപ്പോഴേ കണ്ടിട്ടുള്ളൂ. ഇതേ
പാശ്ചാത്യ രാജ്യത്ത്, ഈ അറബ് പ്രദേശത്ത് മുസ്ലിം തീവ്രവാദ സംഘടനയുണ്ട്, ബൊക്കോ ഹറാം. ബൊക്കോ ഹറാം എന്ന മുസ്ലിം തീവ്രവാദ സംഘടന നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികളെ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികളെ ബൊക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയി മാസങ്ങളോളം തടവിലിട്ട് അവരെ ശാരീരികമായി അതിക്രൂരമായി ലോകം ഞെട്ടുന്ന തരത്തിൽ പീഡിപ്പിച്ചപ്പോ അത് മുസ്ലിം കുട്ടികളല്ലേ? എന്തേ ഈ പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി, അവരുടെ പെൺകുട്ടികൾക്കും കുട്ടികൾക്ക് അമ്മമാർക്കും വേണ്ടിയാണ് എന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരൻ ഇത് കണ്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ? ഇല്ല. യമനിലും യസീദികളും അങ്ങനെ കുറെ ആളുകൾ മുസ്ലിം തീവ്രവാദികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു. യമനിൽ നിന്ന് വരുന്ന ലോകോത്തരമായ വാർത്തയുണ്ട്. മാസങ്ങളോളം ഈ തീവ്രവാദ ശക്തികളുടെ പീഡന യന്ത്രമായി പ്രവർത്തിച്ച് സാഹസികമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു പാശ്ചാത്യ വനിത പറയുന്ന, പത്രപ്രവർത്തക പറയുന്ന ലോകത്തെ ഞെട്ടിക്കുന്ന വിവരം. ഓരോ ദിവസവും എത്ര പേരാണ് ഉപയോഗിക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കഥ. അത്തരം സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കാൻ ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തയ്യാറായി ഇല്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തയ്യാറായിട്ടില്ല. അവരും വലിയ മുസ്ലിം ഭ്രമം കൊണ്ടാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ഉച്ചക്ക് നടത്തുന്ന ജമാഅത്ത് നമസ്കാരം, ജുമാ നമസ്കാരം, അത് ഏറ്റവും പ്രധാനമാണ് അല്ലാഹുവിന്. ആ ജുമാ നമസ്കാരം നടത്താൻ ഇസ്ലാമിക ആരാധനാലയമായ പള്ളിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോയ ഇസ്ലാമികളെ ഒരു കൂട്ടം ചാവേറുകൾ ആ ഏറ്റവും പുണ്യപ്രധാനമായ സമയത്ത് ബോംബ് സ്ഫോടനം നടത്തിക്കൊല്ലുന്നു. 200 പേര് മരിക്കുന്നു. എവിടുന്നാ മരിക്കുന്നത്? പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ കൂടിയ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന, മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന ജുമാ നമസ്കാരം. അത് പ്രാർത്ഥിക്കാൻ കയറിയ മുസ്ലിങ്ങളെ ചാവേറുകൾ ബോംബ് പൊട്ടിച്ചു കൊല്ലുന്നു. ചാവേറുകൾ RSSഉം BJP ഒന്നല്ല, ഇന്ത്യയിലുമല്ല. ചാവേറുകളുടെ തലവൻ വൈകുന്നേരം പത്രക്കാരുടെ മുമ്പിൽ കാണുന്നു, ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കി. എന്ത്? ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കി. ഒരു കൂട്ടർ അള്ളാഹുവിനോട് സർവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിന്. എന്നാൽ മറ്റൊരു കൂട്ടർ അവരെ കൊന്നിട്ട് പറയുന്നു, ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കി. ഈ മതമാണ് നമ്മളോട് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് സമാധാനത്തിന്റെ മതമാണെന്ന്. മാനുഷിക പരിഗണനയുടെ പേരിൽ ഹമാസിന് വേണ്ടി അല്ലെങ്കിൽ പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ ഇവർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം, ഒരു പ്രളയം പാസാക്കുവോ? ഇല്ല. നിങ്ങളുടെ ഓർമ്മയിൽ വലിയ മരവിപ്പൊന്നും ഇല്ലെങ്കിൽ അടുത്ത കാലത്ത് നടന്ന സംഭവം ഞാൻ പറയാം. ഈ അടുത്ത കാലത്താണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വീണ്ടും വന്നത്. താലിബാൻ ഒരു ചരിത്രമുണ്ട്. താലിബാന്റെ മുമ്പ് അഫ്ഗാനിസ്ഥാന്റെ ഒരു ചരിത്രം. 80 വരെ അഫ്ഗാനിസ്ഥാൻ അടക്കി വാണത് റഷ്യയായിരുന്നു. ആ റഷ്യൻ ചെമ്പട നമ്മുടെ ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കല്ല, ഞങ്ങളുടെ മലബാർ ഭാഗത്തൊക്കെ മതിലിൽ സിമി എഴുതി വെച്ചിരുന്നു, റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക. അന്ന് എഴുതി ഒട്ടിക്കുന്നു. ഇന്നത്തെ മാതിരി വലിയതൊന്നുമില്ല, കടലാസിൽ എഴുതി ഒട്ടിച്ചു. റഷ്യൻ ചെമ്പട ഇവര് പറഞ്ഞത് കേട്ടിട്ടാണോ എന്താ റഷ്യ പേടിച്ചു. എന്നിട്ട് റഷ്യ ഒരു ദിവസം സുപ്രഭാതത്തിൽ അഫ്ഗാനിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. അഫ്ഗാൻ വിട്ടു. അവിടത്തെ ആളുകൾക്ക് ഭരണം ഏൽപ്പിച്ച് അവർ പോയി. അവര് അവിടുത്തെ ഒരു ഡോക്ടർ നജീബുള്ളയെ ഭരണം ഏൽപ്പിച്ചു പോയി. റഷ്യ പിൻവാങ്ങി. റഷ്യ പിൻവാങ്ങിയതിന്റെ 1 മാസം തികയുന്ന ദിവസം സഖാവ് ഡോക്ടർ നജീബുള്ളയുടെ മൃതദേഹം ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങുന്നു, വികൃതമാക്കിയിട്ട്. പലതുമില്ല. വികൃതമായ റഷ്യൻ പിന്തുണയോട് ഭരിക്കുന്ന റഷ്യ ഭരണമേൽപ്പിച്ച ഡോക്ടർ നജീബുള്ള എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരി റഷ്യ പോയി 1 മാസം കഴിയുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങുന്നു.
ആ നജീബുള്ളക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ 3 കോടി ജനസംഖ്യയുള്ള അഫ്ഗാനിസ്ഥാനിൽ 20 കൊല്ലം കൊണ്ട് 3 കോടിയിലെ 1/6 ആളുകൾ കൊല്ലപ്പെട്ടു. 50 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 50 ലക്ഷം പേർ വികലാംഗരായി, കൈവിരലുകളില്ലാത്ത, കാൽവിരലുകളില്ലാത്ത, കൈകൊത്തിയ ആളുകൾ. പർദ്ദയിട്ട സ്ത്രീയുടെ കൈയിലെ വിരല് പുറത്ത് കണ്ടതിന് കുത്തുന്നു, കാല് പുറത്ത് കണ്ടാക്കും. അങ്ങനെ 50 ലക്ഷം പേർ വികലാംഗരായി. ആരാ വെച്ചത്? ഇതേ ഇസ്ലാം. ഹക്കുമത്യാറും റഫ്സൻദാനിയും മുല്ലാവറും, അത് താലിബാൻ. ഇവർ മാറി മാറി ഭരിച്ച 20 കൊല്ലം കൊണ്ട് 3 കോടി ജനസംഖ്യയുള്ള അഫ്ഗാനിസ്ഥാനിലെ 50 ലക്ഷം പേരില്ലാതായി. അതിന്റെ പേരും ഇസ്ലാമിലാണ്. അത്തരം വലിയ സംഭവങ്ങൾ നടന്നപ്പോ ഇവരാരും പ്രതികരിച്ച് കണ്ടില്ല. അത് ഭരിച്ച റഷ്യയും പ്രതികരിച്ച് കണ്ടില്ല. അത് പോട്ടെ. ഇപ്പോൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് താലിബാൻ ഭരണം വന്നു. നിങ്ങളൊക്കെ ടിവിയിൽ കണ്ടില്ലേ? നമ്മളൊക്കെ കണ്ടു. എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരും അമേരിക്കൻ പട്ടാളക്കാരും അഫ്ഗാനിസ്ഥാനിൽ പോവുക. ആ പോകാൻ വേണ്ടി തയ്യാറാക്കി നിൽക്കുന്ന, അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ തിരക്ക്. ഇടിച്ചു കയറാൻ സ്ഥലമില്ലാതെ ആ വിമാനത്തിന്റെ കോക്പിറ്റിലേക്കും ചിറകിലേക്കും വലിഞ്ഞു കയറി ആ പ്ലെയിൻ പോകുമ്പോ ആകാശത്തുനിന്ന് ഊർന്നു വീഴുന്ന ദയനീയ ചിത്രം നമ്മൾ ടിവിയിലൂടെ കണ്ടു, ഇല്ലേ? ഈ അടുത്ത കാലത്താണ്. അതിനേക്കാൾ ദയനീയമായ മറ്റൊരു കാര്യം, ഈ താലിബാൻ ഭരണത്തിൽ ഈ നാട്ടിൽ അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കാൻ സാധിക്കില്ല പെൺകുട്ടികൾക്കെന്ന് മനസ്സിലാക്കി. പെൺകുട്ടികളുള്ള, ചെറിയ പെൺകുട്ടികളുള്ള അച്ഛന്മാർ അപ്പുറത്ത് 13 മീറ്റർ ഉയരമുള്ള വേലിക്കെട്ടിന്റെ അപ്പുറത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് 3ഉം 2ഉം 1.5 വയസ്സുള്ള പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. പറ്റുമെങ്കിൽ അവർ പിടിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ, കൊണ്ടുപോകട്ടെ. ഒരു കാര്യവുമില്ലാതെ ഈ പെൺകുട്ടികൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുസ്ലിം സഹോദരന്മാരാണ് കുട്ടികളെ എറിഞ്ഞു കൊടുത്തത്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഇവരെയൊക്കെ കൂടെ നിർത്തുന്ന, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം നടത്തുന്ന ആൾക്കാരോട് സൂചിപ്പിക്കാനാണ്. ഇത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. നമ്മൾ പലസ്തീൻ അനുകൂലമാണ്. ഹമാസിനെ നമ്മൾ 2 കൈയും നീട്ടി എതിർക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. നമ്മൾ നരേന്ദ്രമോദിയുടെ അനുയായികളാണ്. തീവ്രവാദത്തിനെ വെച്ച് പൊറപ്പിക്കില്ല ഇന്ത്യ എന്ന നയത്തിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അല്ലാതെ തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന കോൺഗ്രസുകാരന്റെ മാർക്സിസ്റ്റുകാരന്റെ നിലപാടല്ല നമുക്കുള്ളത്. ഇപ്പോ കേരളത്തിൽ ഒരു 3ാമത്തെ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിയപ്പനും മരുമോനും കൂടി വല്ലാത്ത പ്രകടനത്തിലാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയ ഉപദേശം പറയാം. നിങ്ങൾക്ക് ഈ മുസ്ലിം വോട്ട് മൊത്തത്തിൽ കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയുണ്ട്. നമ്മളെ കൊടിയേരി ഭാഷ മരിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ച കേട്ടില്ല. ചൈനയെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. മൂപ്പരെ വലിയേട്ടനാ ചൈന. ഇവരെ വല്യച്ഛന്റെ മക്കളാണ് അവിടെ ഉള്ളത്. എന്നാൽ ആ വല്യച്ഛന്റെ മക്കളോട് പിണറായി വിജയനും റിയാസും കൂടി ഒന്ന് പറ. ഉയ്ഗൂർ മുസ്ലിങ്ങൾ, സിൻജിയാൻ പ്രവിശ്യയിലെ മുസ്ലിങ്ങൾ, അവിടുത്തെ ചൈനയിലെ സിൻജിയാൻ പ്രവിശ്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ വേദഗ്രന്ഥമായ, അവരുടെ പരിപാലനമായ വിശുദ്ധ ഗ്രന്ഥമായ ആ ഖുർആൻ ഒന്ന് കയ്യിൽ വെക്കാനുള്ള ഒരു അധികാരം കൊടുക്കാൻ നിങ്ങളുടെ വല്യേട്ടനായ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയൂ. എന്നാൽ അടുത്ത പ്രാവശ്യവും എല്ലാ മുസ്ലിങ്ങളും പിണറായി വിജയനും 3ാം ഭരണം കിട്ടും. എന്താ വേണ്ടേ? ആ 3ാം ഭരണം കിട്ടും. ഇവിടെ നടത്തുന്നത്, താലോലിക്കുന്നത് പ്രീണനമാണ്. ഈ പ്രീണനവും കപട മതേതരത്വവും ഈ വർഗീയതയെ താലോലിക്കലുമെല്ലാം കേരളത്തെ കൊണ്ടെത്തിച്ചത് എവിടെയാണ് കേരളത്തെ കൊണ്ടെത്തിച്ചത്? അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കാം. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ കേരളം 1956 നവംബർ മാസം 1-ാം തീയതി രൂപീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കേരളം മലയാളികളുടെ മണ്ണ്. ഭാഷാ സംസ്ഥാനങ്ങൾ ഓരോന്ന് രൂപീകരിക്കുന്ന സമയത്താണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും വ്യാവസായിക പ്രാധാന്യമുള്ള, ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക അറബികളുടെ റാണി എന്നൊക്കെ പറയുന്ന കൊച്ചിയൊക്കെ ഉൾപ്പെട്ട കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും, മലബാർ പ്രവിശ്യയുടെ ഭാഗമായ മലബാറും
ഇത് മൂന്നും കൂട്ടിച്ചേർത്ത് മലയാളം സംസാരിക്കുന്നവരുടെ കേരളം പ്രഖ്യാപിച്ചു. കേരളം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കാര്യങ്ങൾ പഠിക്കണം നമ്മൾ. ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായി വളർന്നു വരാൻ പോകുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സാധ്യതകളുമുള്ള സംസ്ഥാനം, എല്ലാം ഉള്ള കാര്യസ്ഥലം, 44 നദികൾ കൊണ്ട് ജലസമ്പന്നമായ സംസ്ഥാനം, കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ, മഞ്ഞും മഴയും വെയിലും ഒക്കെ കൃത്യമായി കിട്ടുന്ന സ്ഥലം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാണ്. അതിന്റെ 80% നെല്ല് ഈ കേരളത്തിൽ ഉത്പാദിപ്പിക്കും. 20% റഷ്യനെ ആശ്രയിക്കുന്നു. എല്ലാം ഉണ്ടായിരുന്ന കേരളം ബ്രിട്ടീഷുകാരൻ, അറബികൾ, ഫ്രഞ്ചുകാരൻ, ഡച്ചുകാരൻ എല്ലാവരെയും ഈ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെട്ട പുകൾപ്പെച്ച വിലപ്പെട്ട വിഭവങ്ങൾ കേരളത്തിന്റെ കുരുമുളകും കാപ്പിയും തേയിലയും സുഗന്ധ ദ്രവ്യങ്ങളുമാണ്. അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് അതൊക്കെ കേരളത്തിന് സ്വന്തമാണ്. കയർ, കശുവണ്ടി, മത്സ്യം, കൈത്തറി, ലോകോത്തര നിലവാരമുള്ള 4 സ്തംഭങ്ങളാണ് കേരളത്തിന്റെ. കയറ് ലോകപ്രസിദ്ധമാണ്, ഇപ്പല്ല, അന്ന് കേരളം രൂപീകരിക്കുമ്പോ. കൈത്തറി ലോകപ്രസിദ്ധമാണ്, ഇപ്പൊ തകർന്ന് തരിപ്പണമായി പോയി. മത്സ്യം, അന്ന് ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്പാദന സംസ്ഥാനം കേരളമാണ്, 35% കയറ്റുമതി. കശുവണ്ടി, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഉത്പാദനവും വലിയ കേന്ദ്രവും അത് കേരളമാണ്. ഇന്ന് അപ്പുറത്ത് നിവൃത്തിയിൽ ഇറക്കുമതിയില്ല, കശുവണ്ടി ഫാക്ടറി പണിക്ക്. ഈ 4 മൊണോപ്പൊളി, അത് മാത്രമല്ല 100 കണക്കിന് പരമ്പരാഗത തൊഴിലുകൾ, നമ്മുടെ പിതാമഹന്മാർ കൈമാറിയ തൊഴിലുകൾ, ഗവൺമെന്റ് കൊടുത്തതല്ല, അപ്പനപ്പൂപ്പന്മാർ ചെയ്ത പരമ്പരാഗത തൊഴിൽ. എല്ലാ തൊഴിലും സ്വന്തമായി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം തൊഴിലിൽ ഏർപ്പെട്ട സംസ്ഥാനം. എല്ലാ അനുകൂലമായ അന്തരീക്ഷം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായ തിരുവിതാംകൂർ. ആരോഗ്യ രംഗത്ത് ലോകത്ത് 1ാം നമ്പർ തിരുവിതാംകൂർ. വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകൾ എല്ലാവർക്കും മുമ്പേ സ്ഥാപിച്ച രാജ്യം. അതൊക്കെ കേരളത്തിലാണ്. എല്ലാ രംഗത്തും പുകൾപ്പെട്ട കേരളം. സാമ്പത്തികമായി മുന്നിൽ, സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് അന്നത്തെ ദേശീയ ശരാശരി സാക്ഷരത 22% ആകുമ്പോ കേരളത്തിൽ 68% സാക്ഷരത 50-കളിൽ. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ കേരളത്തിന്റെ മേൽക്കോയ്മയാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്ത് പുകൾപ്പെട്ട മലയാളികളായ IAS ഉദ്യോഗസ്ഥന്മാർ. എല്ലാ രംഗത്തും ഉയർന്നു നിൽക്കുന്ന മലയാളം, കേരളം. ഈ സംസ്ഥാനം ഉയർന്ന് പരിലസിക്കാൻ പോവുകയാണ്, വികസിക്കാൻ പോവുകയാണ്. എല്ലാ അനുകൂലത, എല്ലാം ഉണ്ടായ കേരളം, എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായ കേരളം. 1957 ഏപ്രിൽ മാസം 6-ാം തീയതി സഖാവ് TM ശങ്കരൻ നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വന്നു. ആ കേരളം വന്നു തുടങ്ങി. ഇന്ന് 67 കൊല്ലം വരുമ്പോ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്നു. അന്ന് തുടങ്ങുമ്പോൾ 5000 കോടി രൂപ മൂലധനമാണ് സംസ്ഥാന സർക്കാരിന് കൊടുത്തത്. കേന്ദ്രം 5000 കോടി രൂപ. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഉള്ള, കുറെ കാര്യം പറയാണ്ട്, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. എല്ലാം ഉള്ള കേരളം. സഖാവ് EMSൽ തുടങ്ങി സഖാവ് പിണറായി വിജയനെത്തി നിൽക്കുമ്പോ എന്താ അവസ്ഥ? 80% നെൽപുല്ല് ഉൽപ്പാദിപ്പിച്ച കേരളം ഈ 67 കൊല്ലം കഴിയുമ്പോ 20% തികച്ചുൽപ്പാദിപ്പിക്കുന്നില്ല. 80% കേന്ദ്രത്തെയും അന്യ സംസ്ഥാനത്തെയും ആശ്രയിക്കണം. നമ്മൾ സാധാരണ പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം. കയറും, കശുവണ്ടിയും, കൈത്തറിയും, മത്സ്യം തകർന്ന് തരിപ്പണമായി. 100 കണക്കിന് പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വഴിയാധാരമായി. ആ തൊഴിൽ സംരക്ഷിക്കാൻ 67 കൊല്ലം ഈ കേരളത്തിലെ ഭരണം. 4 കൊല്ലം 2 പ്രാവശ്യം ഗവർണർ. 63 കൊല്ലം, 35 കൊല്ലം പേരിന് മുന്നിൽ സഖാവ് എന്ന് ഉപയോഗിക്കുന്ന മാർക്സിസ്റ്റ് സഖാക്കൾ, 28 കൊല്ലം കോൺഗ്രസ്സുകാർ മാറി മാറി ഭരിച്ച കേരളം. അവർ ഈ 63 കൊല്ലം ഈ കേരളം മാറി മാറി ഭരിച്ചിട്ട് ഇന്നെവിടെ എത്തി നിൽക്കുന്നു? ഇവിടെ സൂചിപ്പിച്ചില്ലേ, 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ട് തെരുവ് തന്നേണ്ട ഗതികളിലേക്ക് ഈ കേരളം എത്തി നിൽക്കുമ്പോൾ ഈ 63 കൊല്ലത്തെ ഇവരുടെ മാറി മാറി ഭരണം ഗുണകരമായോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ രക്ഷപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുന്നു. ആരാ ഭരിച്ച ആൾക്കാർ മോശക്കാരല്ല. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മോശക്കാരനാണ്. 4 കൊല്ലം 2 പ്രാവശ്യം. സഖാവ് C അച്യുതമേനോൻ 6 കൊല്ലം നീട്ടി ഭരിച്ചു. അടിയന്തരാവസ്ഥ സഖാവ്
2 കൊല്ലം സഖാവ് PK വാസുദേവൻ നായർ, 11 കൊല്ലം 3 പ്രാവശ്യം 2ഉം 4ഉം 5ഉം 11 കൊല്ലം സഖാവ് EK നായനാർ, 5 കൊല്ലം സഖാവ് VS അച്യുതാനന്ദൻ, 7 കൊല്ലമാവുന്നു സഖാവ് പിണറായി വിജയൻ. 35 കൊല്ലം സഖാവ് എന്ന പേരിന് മുമ്പിൽ എഴുതുന്ന ആൾക്കാരാണ് ഈ കേരളം ഭരിച്ചത്. 28 കൊല്ലം R ശങ്കറും കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഇവരും മോശക്കാരല്ല, പക്ഷെ ഇവർ 2 കൂട്ടരും കൂടി 63 കൊല്ലം ഭരിച്ച കേരളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാം ഉണ്ടായിരുന്ന കേരളം ഇന്നവിടെ എത്തി നിൽക്കുന്നു. നമ്മൾ അറിയണ്ടേ, 55 ലക്ഷം പേരാണ് 10 കൊല്ലം മുമ്പത്തെ കണക്കാണ്. 55 ലക്ഷം പേരാണ് അവനവന്റെ കുടുംബം പോറ്റാൻ അന്നത്തെ അന്നത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്നത്. 55 ലക്ഷത്തിലധികം ആൾക്കാർ. എന്റെ കേരളത്തിൽ തൊഴിൽ എല്ലാം ഉണ്ടായിരുന്ന കേരളത്തിൽ എന്റെ തൊഴിലില്ലാതായി. എല്ലാം ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ച് ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ആ ജയശങ്കർ എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, ഇംഗ്ലീഷിന്റെ അർത്ഥമൊക്കെ പോട്ട് മന്ത്രി ബിന്ദു പഠിപ്പിച്ച ഇംഗ്ലീഷ് എന്താണ് പരിപ്പ്, ഈ പരിപ്പ് വീട് പണ്ടേ നമ്മൾ പരീക്ഷ. ഒരു വിവരമില്ലാത്ത വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന വിദ്യാലയങ്ങളും സർവകലാശാലകളുമായി ഈ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ 63 കൊല്ലം മാറി മാറി ഈ കേരളം ഭരിച്ചവരാണ്. നമ്മളിവിടെ ചെയ്യുന്നില്ല. ആകെ ഒരു 3-4 പെൺകുട്ടികൾ ഇപ്പൊ IAS കയറി വന്നു മലയാളം. ബാക്കിയൊക്കെ വേറെ ആൾക്കാരാണ്, പുരോഹിതും ഭട്ടും മറ്റൊക്കെ ആണ്. കേരളമില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. സർവകലാശാലകൾ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും ഒക്കെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ സർവകലാശാലകൾ ഇപ്പൊ താഴോട്ട് പോയി 100ന്റെ അടുത്ത് 67, 90 ഒക്കെ ചെത്തി നിൽക്കുക. നിലവാരം ഇങ്ങനെയല്ലേ ഉണ്ടാവും. ശംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി വേണം, യോഗ്യത വേണ്ട, പാർട്ടി സഖാവിന്റെ ഭാര്യയാണ്. ഇപ്പൊ ഉണ്ടോന്നറിയില്ല, എന്തോ സംശയമുണ്ട്. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അടുത്ത വാർത്ത കേട്ടാം. മറ്റേ ബിജുവിന്റെ ഭാര്യക്ക്, രാജേഷിന്റെ ഭാര്യക്ക് നേതാക്കന്മാർ പറ്റും. അങ്ങനെ വേണം ജനിക്കുമ്പോൾ DYFയിൽ അംഗമാവണം, അവിടെ നേതാവണം, എന്നിട്ട് നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഭാര്യ, ഒരു പെണ്ണിനെ കെട്ടണം, ഭാര്യക്ക് ജോലി, ഭർത്താവിന്റെ രാഷ്ട്രീയം. എന്താ ഭയങ്കര ഭരണമല്ലേ? ആ വിദ്യാഭ്യാസ രംഗത്ത് അകത്തിരിക്കുന്നു. 65 കൊല്ലം ഈ കേരളത്തിന്റെ സർവകലാശാലകളിൽ സെനറ്റായും സിൻഡിക്കേറ്റായും നോമിയായും അസിസ്റ്റന്റ് പ്രൊഫസറായും മറ്റേതായും മറിച്ചേതായും ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന പോസ്റ്റിൽ അനധികൃതമായി കടന്നു വന്ന AKG സെന്ററിന്റെ തിട്ടൂരവുമായി വന്നു ഈ വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് തരിപ്പണമാക്കിയവർ ആരോ 2 ABVPക്കാർ കയറിയോട് എന്താ വലിയ പ്രശ്നം. എന്നാ പിന്നെ സമരം ചെയ്യാൻ ഒരു ഷട്ടിട്ടിട്ട് വന്നു. അതും ഒരു വിവരം കേട്ട അതും ആരാ പോലീസിനെയും ഗവർണറൊക്കെ വെല്ലുവിളിക്കുന്നൊക്കെ ആരാ? പീഡന കേസിലെ പ്രതി പിടികിട്ടാ പുള്ളി ഹൈക്കോടതിയും ജില്ലാ കോടതിയും പറഞ്ഞ ഇവൻ വെല്ലുവിളിക്കുക ആരുടെ മുമ്പില്? പോലീസിങ്ങനെ നേരത്തെ. പോലീസിനെ കുറിച്ചും പറയാൻ പറ്റില്ല. ഈ പ്രസംഗം കേൾക്കുന്ന പോലീസുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഒരു കാര്യം പറയും. ഒരു ചിത്രങ്ങളൊക്കെ കണ്ടായി. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ DGP ഇപ്പം ഇവിടെ ഉണ്ട് കേട്ടോ, കേരളത്തിൽ മെട്രോന്റെ ചെയർമാൻ എന്തോ ആയിട്ട്, ആ ലോകനാഥ് ബെഹ്റ, നമ്മളെ ആൾക്കാർ തമാശയായിട്ട് പാഷാണ സജി എന്നൊക്കെ പറഞ്ഞു. ആ മൂപ്പരും പിന്നെ വേറെ ആളില്ലേ, നമ്മളെ ശബരിമലയിൽ നമ്മളെ അടിച്ച കണ്ണൂർ, നമ്മളെ കാണുമ്പോൾ മാത്രം കണ്ണൂർ ഒരു ആള് പേര് കിട്ടി. മനോജ് എബ്രഹാം ഏറ്റവും ഉന്നതന. 2 ആൾ കൂടി പോയിട്ട് ഒരു ഗജലോക ഫ്രോഡ്, ഒരു ഗജ ഫ്രോഡ്, ലോക ഫ്രോഡിന്റെ അടുത്തിങ്ങനെ അപ്പുറപ്പുറത്തേക്ക് ഒരാൾ കുന്തോ ഒരാൾ വാഴും. പോലീസിന്റെ ബുദ്ധി നന്നാലോചിച്ച് കോപ്പ ജയിലാണ്. ഇവനെ ലോകോത്തരനായി കണ്ടിട്ട് ആരാ പോയി നിൽക്കുന്നത്? DGP. അതേ എന്റെ അടുത്ത റാങ്കിലുള്ള മറ്റൊരുത്തിന് നമ്മളെ കാണുമ്പോൾ ഇയാൾക്ക് അലർജിയാണല്ലോ, അയ്യപ്പ ഭക്തന്മാരെ കാണുന്നു. എന്നാ മറ്റേ വർഗമില്ലേ, നമ്മളെ മഹിഷിയുടെ വർഗത്തിൽപ്പെട്ടവർക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അയ്യപ്പന്മാരെ കാണുമ്പോൾ ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ കുത്തുന്നത്. നമ്മളെ TVക്കാർ അതിങ്ങനെ ശരിക്കും കാണും. ഇവന് ഈ ഗജ ഫ്രോഡിനോടൊപ്പം കുന്തോ വാളെന്നോ മറ്റേ ആള് വന്നു. ആരാ? ജോൺസൺ മാവുവൻ. പോലീസിന്റെ ഇന്റലിജൻസ് തെളിവ്. ഈ ഗജ ഫ്രോഡിനോടൊപ്പം DGP ആണ് പിരിഞ്ഞു പോകുന്ന അന്ന്. 4-5 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു DGP ആയിട്ടാണ് എന്റെ ഓർമ്മ. പിരിഞ്ഞു പോകുന്ന അന്ന് ഇയാൾ പറയാ, കേരളത്തിൽ
മുസ്ലിം തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ ചരക്ക് എന്താക്കിയത് അവിടെ ഇരുന്നിട്ട് ഈ DGP എന്ന ബോസിൽ ഇരുന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പോകുന്നെന്ന് പറയാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര രംഗം പോയി. സാമ്പത്തിക രംഗം പറയണ്ട. ഞാൻ പറഞ്ഞ 1600 പെൻഷൻ മാത്രമല്ല. ഇവിടെ നേരത്തെ പ്രധാനപ്പെട്ട സൂചിപ്പിച്ചു. നിങ്ങളിപ്പോൾ പോകുമ്പോൾ ബൈക്കിൽ പെട്രോൾ അടിച്ചാൽ 2 റുപ്യ സാമൂഹ്യ ക്ഷേമ പെൻഷൻ പോകും. നിങ്ങളൊന്ന് മനസ്സിൽ കണക്കൂട്ടി നോക്കും. ഈ കേരളത്തിൽ എത്ര പെട്രോൾ പമ്പ്, എത്ര ഇപ്പോൾ എങ്ങനെ ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിൽ കാണുന്നു. ഒരു 10,000 പമ്പിലെങ്കിലും ഇപ്പൊ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നവര് 1 ലിറ്ററിന് 2 റുപ്യ പോകും. എങ്ങോട്ട്? കേരള ഗവൺമെന്റ് ഖജനാവിലേക്കാണ് പോകുന്നത് എനിക്കറിയില്ല. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അങ്ങനെയല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. ഈ 2 റുപ്യ സർചാർജ് വെച്ചത് നമ്മുടെ നാട്ടിലെ വയോവൃദ്ധരായ ആളുകൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ്. വിധവാ പെൻഷൻ കൊടുക്കണം. സഖാവേ, 6 മാസമായി അവർക്ക് ഇത് കിട്ടിയിട്ട് നിങ്ങൾ ഈ പെട്രോൾ അടിക്കുമ്പോൾ ഞങ്ങളോട് ഈടാക്കുന്ന ഈ പണം എവിടെ കൊണ്ടുപോയി? നിങ്ങൾ മാമാങ്കം നടത്ത കേരളീയം 28 കോടി. ഇപ്പം നടക്കുന്ന മാമാങ്കത്തിന് പേരൊന്നും എനിക്കില്ല. 1 കോടി 8 ലക്ഷം റുപ്യന്റെ ബസ്, 1 കോടി 8 ലക്ഷം റുപ്യന്റെ ബസ്സിൽ 20 ആളും കൂടിയിട്ട് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയോ എന്ന് നമുക്കിതിൽ പങ്കൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പങ്കുണ്ട്. നമ്മളാണ് ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുത്തത്. ഇവർ കേരളം രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലെ അതിനേക്കാൾ അപ്പുറത്തെ വേറെ ഏതോ മൂട സ്വർഗത്തില. 63 കൊല്ലം മോശക്കാരെല്ലാം പ്രഗത്ഭന്മാര് EMS-ഉം നായനാരും പിണറായി വിജയനും ഉമ്മൻചാണ്ടി നെക്കാനും കരുണാകരൻ ആരാണ് വിചാരിച്ചത്? ഏറ്റവും പ്രഗത്ഭന്മാര് എല്ലാം ഉണ്ടായിരുന്ന ഒരു കേരളത്തെ കൊടുത്തിട്ട് ഒന്നും അല്ലാണ്ടാക്കി തീർത്തു. കടം വാങ്ങാൻ അനുവാദം ചോദിച്ചു നടക്കാം. ഇതാ വരുമ്പോ എനിക്ക് സാമ്പത്തിക രംഗത്തൊന്നും വലിയ പ്രശ്നമില്ല. നമ്മളെ കിഫ്ബി ഏതാണ്ട് 55,000 രൂപ കടം വാങ്ങി എന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 2024 ആ വാങ്ങിയ കടത്തിന് പലിശ കൊടുക്കേണ്ടി വരും. ഏതാണ്ട് 8,000, 9,000, 10,000, പിന്നെ ഓരോ കൊല്ലം കൂടുമ്പോൾ 11,000 ഒക്കെ അങ്ങനെ ആ വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ഇപ്പോ 5,000 കോടി മൂലധനവുമായി തുടങ്ങിയ സംസ്ഥാനം കഴിഞ്ഞ ബജറ്റിലെ കണക്കനുസരിച്ച് 4 ലക്ഷം കോടിയുടെ കടക്കാരാണ്. നമ്മളെല്ലാവരും മാത്രമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞടക്കം 1 ലക്ഷത്തിന് കടക്കാണ്. ഇവർ 2 കൂട്ടരും മാറി മാറി വെച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടോ ഇവരെ കൊണ്ട് വയ്ക്കാൻ പറ്റുമെന്ന്? എനിക്ക് ആലപ്പുഴയിലെ ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. വലിയ ചുവന്ന വിപ്ലവത്തിന്റെ മണ്ണല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പൊതുയോഗം നടത്തിയാല് ഒന്ന് പറയണം. BJP-ക്കാരുടെ ഒരു വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയായിട്ട് കണ്ടാണ്. ലോകത്തെവിടെയെങ്കിലും ഈ ഭൂമിന്റെ ഉരുണ്ട ഗോളത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രചരിപ്പിച്ച ഒരാശയം, കമ്മ്യൂണിസ്റ്റ് ആശയം, ചൈനയും റഷ്യയും വിയറ്റ്നാമും ക്യൂബയും അതൊക്കെ അവിടെ പോയിട്ട് അതൊന്നല്ല. നിങ്ങൾ പ്രചരിപ്പിച്ച ആശയം അനുസരിച്ച് ഭരണം നടത്തി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശം ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ആണത്തോട് പറ. ഇല്ല. നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഈ മരുന്ന് ആർക്കൊക്കെ കുത്തിവെച്ചിട്ടുണ്ടോ ആ രോഗി മരിച്ചിട്ടുണ്ട്, ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഈ ലോകത്തൊക്കെ പോട്ടെ, ഈ ഇന്ത്യയിൽ 35 കൊല്ലം ബംഗാൾ മരിച്ചു. പ്രഗത്ഭരായ ആൾക്കാർ ജ്യോതിബാസും മോശക്കാരൻ 35 കൊല്ലം നീട്ടി മരിച്ചു. കേരളം മരിച്ച സഖാക്കളുടെ കൊല്ലത്ര 35 കൊല്ലം ബംഗാൾ മരിച്ചു. എന്താ അവസ്ഥ? നമ്മൾ തമാശയിലേക്ക് പറഞ്ഞു. ഞാനിപ്പോ പോയപ്പോഴാണ് മനസ്സിലായത്. മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് കാവി പെയിന്റ് അടിച്ച് BJP ഓഫീസായത് കുറച്ചുള്ളൂ. ഏറ്റവും കൂടുതൽ കാവി പെയിന്റ് അടിച്ച് ഇടയ്ക്കൊരു ചെറിയ താമരയും വെച്ചിട്ടത് ഓഫീസ് CPM-ന്റെതാ. അതെന്താണെന്നറിയോ? തൃണമൂൽ കോൺഗ്രസിലെ കങ്കാണിമാരെ പേടിച്ചിട്ട് അവരാക്രമിക്കാതിരിക്കാൻ BJP-യുടെ കളർ ഉപയോഗിച്ചതാ കുറെ സ്ഥലത്ത്. എനിക്ക് രക്ഷയില്ല. മാർക്സിസ്റ്റുകാരെ കണ്ടാൽ തല്ലിക്കൊള്ളു. എവിടെ 35 കൊല്ലം നീട്ടി വെച്ച് ഈ കമ്മ്യൂണിസ്റ്റ് വായിക്കൊള്ളാത്ത വലിയ വർത്താനം പറയില്ല. ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ വ്യത്യാസം നമുക്കൊന്നും മനസ്സിലാവാത്ത മലയാളത്തില് ആ പീരാജീവൊക്കെ പറയുന്നത് കേട്ടാ വിചാരിക്കുമ്പോ ആകാശത്തെ വലിയ സംഭവമാണ്. ആഗോളവൽക്കരണത്തിന്റെ വ്യത്യാസത്തിന്റെ വർഷം എന്നൊക്കെ പറയാം. എനിക്കൊന്നും അറിയില്ല. നമ്മൾ മലയാളം അങ്ങനെയൊക്കെ പറയുന്ന തൊള്ളയിൽ കൊള്ളാത്ത കാര്യങ്ങൾ പറയുന്ന ഈ കമ്മ്യൂണിസത്തിന് ലോകത്തെവിടെയും രക്ഷപ്പെടുക. 35 കൊല്ലം നീട്ടി വെച്ച ബംഗാളിൽ
പോരിന് പോലില്ല, അമൂൽ സ്പ്രേന്റെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സഖാക്കൾ മുഴുവൻ ഇവിടെ പൊറാട്ട അടിക്കല്, പാത്രം കൈകള്, എന്നിട്ട് ഇവിടുന്ന് ചോപ്പ് പൊടി കാണുമ്പോ അത് പടത്തോനെ ഇതൊന്നും പോയി കിട്ടിയാൽ മതി, അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാ. ഇവിടുന്ന് കാണുമ്പോ അവർക്ക് ഭയപ്പാടാ, ഉള്ള ജോലി പോയി കിട്ടുമെന്ന്. ആ ബംഗാൾ നശിച്ചു. ഇപ്പോഴത്തെ ത്രിപുര BJP ഒന്നും കേട്ടിട്ട് പോലുമില്ല നാട്ടിൽ. ഒരു 5 കൊല്ലം നിർഭൻ ചക്രവർത്തി, പിന്നെ ഇപ്പം മണി സർക്കാർ, പ്രഗത്ഭന്മാർ ഭയങ്കര ആൾക്കാരാണ്. 25 കൊല്ലം നീട്ടി ഭരിച്ച് അതേ സ്ഥിതി തന്നെ. അമൂൽ സ്പ്രേന്റെ പരസ്യം പോലല്ല, കുറച്ചുണ്ട്. കോൺഗ്രസിനെ കൂട്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കി, BJP രണ്ടാമതും കയറി. ഈ ആശയം വിജയിക്കില്ല. ഈ കേരളത്തിലെ അവസാനത്തെ തുരുത്ത് ഈ 35 കൊല്ലം സഖാക്കൾ വെച്ച് ഇതാ പെൻഷന് പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല, കുടിവെള്ളം വിലക്കയറ്റോ. ഇനി എന്തൊക്കെ വിലക്കയറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ബുദ്ധിജീവികൾ. 80-ലോ 90-ലൊക്കെ കച്ചവടാക്കിയ ഭൂമിന്റെ വില കുറവാണെന്നുണ്ട് അവർക്കൊക്കെ ഇപ്പൊ നോട്ടീസ് അയക്കാം. ജപ്തി നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തി ഇടനിലക്കാരെ വിളിച്ച് കോംപ്രമൈസാക്കി 5 ലക്ഷം 10 ലക്ഷം 20,000 50,000 ഒക്കെ കബൂലാക്കാം. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ നാലാളായിട്ട് റോഡ് കൂടി പോകണമെങ്കിൽ നികുതി അടക്കേണ്ടി വരും. ഏതെങ്കിലും രീതിയിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കൈയിട്ട് എങ്ങനെങ്കിലും വലിച്ചു നീക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. എല്ലാ രംഗത്തും തൊട്ടതിനും പിടിച്ചതിനും വില എന്നൊക്കെ നമ്മൾ സാധാരണ ഇതിപ്പോ തൊട്ടതിനും പിടിച്ചതിനും മാത്രമല്ല, കാണുന്നതിനൊക്കെ വില കയറ്റും. വെള്ളത്തിന് കൂട്ടി, ലിറ്ററിന് 1 ലിറ്റർ 1 റുപ്യ കൂട്ടിയതാണ്. നമ്മൾ ഒരു നിരത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ 1 റുപ്യ കൂട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ 1 റുപ്യ ഉള്ളൂ, 2 റുപ്യ ആക്കിയാൽ നിരത്തിയല്ലേ. എല്ലാ രംഗത്തും വിലക്കയറ്റം. കേരളത്തിന്റെ അവശ്യ സാധന സർവീസുകളിൽ മുഴുവൻ വിലക്കയറ്റം. ഒരു സാഹചര്യവുമില്ലാത്ത അന്തരീക്ഷം. ഈ കേരളം മാറി മാറി വലിച്ച് കേരളത്തെ പിച്ചച്ചട്ടിയുമായി തന്നെ. നിങ്ങളറിയോ, ഇതായിപ്പോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിന് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. 22,000 വ്യവസായ സ്ഥാപനങ്ങളാണ് ഈ കേരളത്തിൽ നിന്ന് കെട്ടിപ്പോയത്. ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായങ്ങളാണ് ഈ കേരളത്തിൽ തകർന്നു പോയത്. അന്യ സംസ്ഥാനങ്ങൾക്ക് ചേക്കേറുന്നവര് വിദ്യാഭ്യാസ രംഗത്ത്, വ്യവസായ രംഗത്ത്, എല്ലാ രംഗത്തും തകർന്ന കേരളം. ഇനി ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്താമെന്ന് പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മളാണ് 35 കൊല്ലം കൊടുത്തു അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ച് കേരളത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാധനവുമില്ല. നിങ്ങൾ ആലപ്പുഴയിൽ നമ്മളെ രഞ്ജിത്തിനോടെതിരായിട്ട് മത്സരിച്ച സാമ്പത്തിക വിദഗ്ധൻ പുള്ളിന്റെ ഒരു വലിയ തമാശയില്ല. എന്തെങ്കിലും ഇപ്പൊ പറയണ്, ഡിജിറ്റലാവാൻ മോദിക്ക് എന്താ ചെയ്യാൻ അല്ലേ? ഡിജിറ്റൽ ആവാൻ പറ്റൂല എന്ന് ഇന്ത്യ പോലുള്ള രാജ്യത്ത് പച്ചക്കറി കടക്കാരെ ഈ മീൻ വെക്കുന്നവനൊക്കെ ഉണ്ട്. ഇയാളെ മൂക്കിന്റെ കീഴിൽ ഇപ്പൊ നമ്മൾ ചായ കുടിച്ച 10 കൊടുക്കുന്നത് ഡിജിറ്റലാണ് അല്ലേ? ഗൂഗിൾ പേ അല്ലേ? ഇയാൾ എന്ത് ബുദ്ധിജീവിയാന്നാ പറഞ്ഞത്? നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, ഞാൻ പൊതുവതിൽ ഉപയോഗിക്കുന്നില്ല. എന്താ പറഞ്ഞത്? അത്തരം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല, ഒരു കാഴ്ചപ്പാടുമില്ല, ഉൾക്കാഴ്ചയില്ല, ഒരു ആസൂത്രണവുമില്ല, ഒന്നുമില്ല. ഇയാള് പണ്ടാണല്ലോ പറഞ്ഞത്, എന്താണ് നമ്മളെ ജനകീയാസൂത്രണം കൊണ്ടുവന്നപ്പോ ഇനി കേരളം പച്ചക്കറി പുറത്തു വാങ്ങൂല, എല്ലാ അടുക്കള തോട്ടത്തിലും കൃഷി, എല്ലാ ടെറസിന്റെ മുകളിലും കൃഷി, ഈ പച്ചക്കറി നമ്മൾ കയറ്റുമതി ചെയ്യും. ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിപ്പോ വെണ്ടക്കയും സാമ്പാറൊന്നും കാണില്ല. കാണോ? ഉപ്പ് തൊട്ട് അപ്പൂരം വരെ ഇറക്കം വരുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് ഈ 2 കൂട്ടരുമാണ്. ഇവരെ ആശ്രയിച്ച് നിൽക്കണോ വേണോ? എന്നാൽ കഴിഞ്ഞ 10 കൊല്ലമായി രാജ്യം ഭരിച്ച് രാജ്യത്തെ മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് നമ്മുടെ 200 കൊല്ലക്കാലം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനെയും മറികടന്ന് ലോകത്തിന്റെ സാമ്പത്തിക രംഗത്ത് 5ാമതെത്തി 4ാമതെത്തി ഇതാ നമ്മൾ ആരാധ്യനായ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു, അടുത്ത 2024 ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ പോകുന്നു. കഴിഞ്ഞ 10 കൊല്ലം എന്തൊക്കെയും നടന്ന പോലെ യുപിന്റെ കാലത്ത് ആകാശവും പാതാളവും നമ്മളെ വായു ഭൂമി ഒക്കെ കള്ളക്കടത്തടിച്ച ആൾക്കാർ, കളപ്പൊക്കെ ഒരു നയാ പൈസയുടെ അഴിമതി നടത്താത്ത, ഒരു നയാ പൈസ ആരെയും എടുത്തു കൊണ്ടുപോകാൻ അനുവദിക്കാത്ത, ഇനിമേലാൽ ഈ രാജ്യത്തിന്റെ ഒരു പണവും അന്യാധീനപ്പെട്ടു പോവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലമായി ഒരു നയാ പൈസയുടെ അഴിമതി നടത്താത്ത ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സഖാഫി സുഡാത്തൊക്കെ പ്രസംഗിച്ചതുപോലെ നിങ്ങൾ നരേന്ദ്രമോദിയെ കാണിച്ച് ഭീഷണി
ഞങ്ങൾ അഭിമാനത്തോടുകൂടി ബി ജെ പിക്കാരൻ പറയും, ഞങ്ങൾ ലോകത്തിന് മുന്നിൽ വെച്ച ബി ജെ പിയുടെ പുലിക്കുട്ടി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് ലോകം നയിക്കുന്ന, ലോകമറിയുന്ന ലോക നേതാവാണ്. ലോകത്തെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ്. ആ നരേന്ദ്രമോദിയുടെ അനുയായികളാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും വികസിച്ച് മുന്നേറുന്നു. നമ്മളെ പത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് മോശം. ഇപ്പൊ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നു. സന്ധിക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്തായിരുന്നു സർവേ. മധ്യപ്രദേശ് കോൺഗ്രസിന് ഉറപ്പാണ്. ഛത്തീസ്ഗഡ് ചിന്തിക്കാൻ വേണ്ട, കോൺഗ്രസിന്റെ കയ്യിലാണ്. ബി ജെ പിക്ക് ഒരു 15 സീറ്റ്. രാജസ്ഥാനിലാണ് ചെറിയ ഒപ്പത്തിനൊപ്പം. മണിപ്പൂര് മിസോറാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്ക് തന്നെ മിസോറാം, മണിപ്പൂർ പ്രശ്നമുള്ളതുകൊണ്ട് മിസോറാം അത് രാഹുൽ ഗാന്ധി നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞു. തെലങ്കാന 5 കോൺഗ്രസ്. കേരളത്തിലുള്ള കേട്ടോ, മറ്റ് ഇംഗ്ലീഷ് ഹിന്ദി അറിയുന്നവരൊക്കെ പറയുന്നത് നമുക്കറിയാത്തോണ്ട് അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവിടെ ഒന്നും വലപ്പോയില്ല. അത് കഴിഞ്ഞ് ഇലക്ഷനെല്ലാം കഴിഞ്ഞു. 3-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് എക്സിറ്റ് പോൾ. എന്തായിരുന്നു ബി ജെ പി ഇല്ല, നമ്മളൊക്കെ ഒന്ന് ശങ്കിച്ചു. നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗ്രൂപ്പിലും ജില്ലാ ഗ്രൂപ്പിലൊക്കെ. ബൂത്ത് തലത്തിലെ കണക്കെടുത്ത് 3 സംസ്ഥാനത്തിൽ ബഹുദൂരം മെജോറിറ്റിയോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് പോയവരോട് പറഞ്ഞു, എളുപ്പം പറയേണ്ടത് മുണ്ടണ്ട, എണ്ണി വോട്ടെണ്ണിയപ്പോൾ ഇങ്ങനെ ഭയങ്കര ആവേശത്തിൽ അവിടെ കോൺഗ്രസ് മുന്നിൽ, കോൺഗ്രസ് മുന്നിൽ 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 ഒന്നും പറയാത്ത ഛത്തീസ്ഗഡിൽ 65 സീറ്റ്. ലോകത്ത് എതിരാളിയില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അനുജ് ML വർമ്മ, സഹകരണ വകുപ്പിന്റെ സഹമന്ത്രി, എന്റെ OBC കുറച്ചിട്ട് അഖിലേന്ത്യാ വിശ്വാസം ഉണ്ടായതിന്റെ രോഗത്തിൽ ഞാൻ ചോദിച്ചു, അല്ല സാർ 2000 അതിനെക്കുറിച്ച് ആലോചിച്ച് തരവുണ്ടായിരുന്നു. നിങ്ങൾ കേരളത്തിലെ കാര്യം നിങ്ങൾ 2-3 കേറ്റാൻ നോക്ക്, ആ പണിയെടുത്തോ. അവിടെ ഇനി എതിരാളിയേ ഇല്ല, അങ്ങോട്ട് ഇനി ആരും വരാനില്ല. മോദിജി തീരുമാനിച്ചു കഴിഞ്ഞു. അവിടത്തേക്കുള്ള കാര്യം ഞങ്ങളിപ്പം തന്നെ മന്ത്രിസഭയ്ക്ക് രൂപീകരിക്കും. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കും. തമാശാദ്യം പറഞ്ഞത്. പക്ഷെ ആരാ ഉള്ളത് എതിരാളി? ഈ 3 സംസ്ഥാനങ്ങൾ കൂടി ബി ജെ പി വന്ന് നോക്കുമ്പോ എതിരാളികളെ ഇല്ല. ഇപ്പൊ ഒരു തെലങ്കാനയിൽ വെച്ചിട്ട് കുത്തിരിക്കുക. ഇനിയും ഇപ്പൊ മനോരമ സർവേ കയറ്റി അറിഞ്ഞു. മനോരമ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും നല്ല, ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു രാഹുൽ ഗാന്ധിക്ക് 49%. പിന്നെയാണ് നോക്കൂ ചെറുതായിട്ട് കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾ 49%. അതിൽ ആശ്വസിക്കണം നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം 80% ആളുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി, ഇയാൾ വയനാട്ടിൽ വന്ന് മത്സരിക്കില്ലേ, കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാവാൻ പോയില്ലേ. കോൺഗ്രസ്സുകാരും സുഡാപ്പികളും മാർക്സിസ്റ്റുകാരും എല്ലാവരും കുത്തി നരേന്ദ്രമോദി വേണ്ടാന്ന്. 80% പിന്തുണ. ഇപ്പൊ 49 നിൽക്കുന്നു. വേറൊരു രസമുണ്ട്. ഈ കേരളത്തിൽ 20.5% ആൾക്കാര് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവണമെന്ന് മനോരമക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. 29% ആൾക്കാർ തീരുമാനം എടുത്തിട്ടില്ല. 20ഉം 29 എത്ര ഉണ്ടാവും? 49. എന്നാ പിന്നെ ഇയാളോ? അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാലും 20.5% ആൾക്കാർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന പറയുമ്പോൾ കേരളത്തിൽ അത് അറിയപ്പെട്ടല്ലേ. മനോരമക്കാരും വെളുക്കാൻ തെച്ചത് പാട്ടായമായി നിൽക്കുക. ചർച്ചയ്ക്ക് പോയ നമ്മുടെ ഈ ഗോപാലകൃഷ്ണനും സന്ദീപും മറ്റൊരു എല്ലാവരും കൂടി ഇട്ടിട്ട് കൊന്നപ്പോ അത് വേണ്ടാന്നായി പോയിട്ടുണ്ട്. സുരേഷിന്റെ ഇതൊക്കെ കണ്ടപ്പോ. അപ്പൊ ഇതൊക്കെയാണ് പത്രക്കാർ. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരില്ല, BJP വരില്ല. എന്തൊക്കെ കണക്ക് അവതരിപ്പിച്ചു. 2019 അവതരിപ്പിച്ചു. ഇനിയിപ്പോ 2024 ഒന്നും പറയാൻ അവസരമൊന്നുമില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, വല്ല എന്തോ കവകൂടിയോ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരും ഇട്ട് കൊടുത്താൽ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 63 വർഷം ഈ കേരളം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടം മുടിച്ച ഈ 2 മുന്നണികളും വേണോ? അല്ല, ഈ 10 വർഷം ലോകത്ത് ഒരു അഴിമതിയുമില്ലാതെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ലോകാരാധ്യനായ നരേന്ദ്രമോദി നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി വേണോ എന്ന് ചിന്തിക്കാനുള്ള സുവർണാവസരം കടന്നു വന്നിരിക്കുന്നു. ഇത് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം പോണോ? 63 കൊല്ലം കേരളം മാറി മാറി ഭരിച്ച് തകർത്തവർ വേണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, രഞ്ജിത്ത് ശ്രീനിവാസനിലേക്ക് വഴിതെറ്റി വന്നതല്ല. കഴിഞ്ഞ 200 കൊല്ലക്കാലമായി കേരളത്തിന്റെ ആസൂത്രിതമായി നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അറിഞ്ഞു തന്നെ വന്നതാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന സഹോദരന് പുഷ്പാഞ്ജലി അർപ്പിക്കാൻ ആരാധ്യരായ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. വന്ദേ മാതരം. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. വീര വീര രഞ്ജിത്ത്, വീര വീര രഞ്ജിത്ത്.
നിങ്ങൾ ഭരിക്കുന്നില്ല നിങ്ങൾ ഭരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വീര രഞ്ജിത്ത് നിങ്ങൾ ഭരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശോഷിതമാക്കും